നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഹല്ലേലൂയ. വീണ്ടും നമുക്കൊരു ക്രിസ്മസ് കൂടി വന്നണഞ്ഞിരിക്കുന്നു. ഇപ്രകാരം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുൻകാലങ്ങളിൽ എന്നതുപോലെ ഇപ്രാവശ്യവും സ്പീക്കേഴ്സ് ക്ലബിൻ്റെ നാമത്തിൽ ഇപ്രകാരം ഒരു ക്രിസ്മസ് സ്റ്റാൾ തുടങ്ങുവാനായിട്ട് സ്പീക്കേഴ്സ് ക്ലബിലെ ഓരോ അംഗങ്ങളെയും ദൈവം കരുതുകയും സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തോർത്ത് ഞാൻ നന്ദിയുള്ളവനായി കാണപ്പെടുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാവശ്യം ഞങ്ങൾ വളരെയധികം വിപുലമായ രീതിയിലാണ് ഈ ക്രിസ്മസ് സ്റ്റാൾ അലങ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ തരുണത്തിൽ ഞങ്ങളുടെ കോറയായും കോറമ്മയും അവരെ എല്ലാവരും ഇവിടെയുണ്ട്, ലോക്കൽ ഓഫീസേഴ്സ് എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. പുതിയ പുതിയ ഐറ്റംസ് ഞങ്ങൾ ഇവിടെ നിറച്ചിട്ടുണ്ട്. അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ്, ക്രിസ്മസ് ക്യാപ്പ്, ക്രേപ്പ് പേപ്പേഴ്സ്, അതുപോലെ സീരിയൽ സെറ്റ് ബൾബുകൾ, മറ്റ് സ്റ്റാളുകളിലുള്ളതിനെക്കാട്ടിലും വളരെ വില കുറച്ചാണ് ഞങ്ങളിത് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്രിസ്മസ് ട്രീ ഇവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീരിയൽ സെറ്റ് ബൾബുകൾ, മൾട്ടി കളറ്, എല്ലാ വിധമാകുന്ന കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെക്കറേഷൻ ഐറ്റംസ് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും ഈ പ്രാവശ്യം കൂടുതലായിട്ട് നമ്മൾ കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാർസ് കുറേ വെറൈറ്റി സ്റ്റാർസ് ഈ പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഈ സ്പീക്കേഴ്സ് ക്ലബ്ബ് ചെയ്യുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാഭം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ, വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ പുതിയൊരു വിരുന്നൊരുക്കിയിരിക്കുന്നത് ക്രിസ്മസ് കാർഡ്സ് കുറേ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ എല്ലാവർക്കും അഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. കാർഡുകൾ അയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇടക്കാലം കൊണ്ട് അത് നിന്നു പോവുകയും എല്ലാവരുടെയും ഫോണും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ SMS അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ഗ്രീറ്റിംഗ്സ് അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്രാവശ്യം പഴമയിലേക്ക് തിരികെ പോകുവാനായിട്ട് ഞങ്ങൾ കുറേ കാർഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പുൽക്കൂടുകൾ, പേപ്പർ പുൽക്കൂടുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല വെറൈറ്റി സ്റ്റാറുകളുണ്ട്. അതുപോലെ തന്നെ ട്രീസ്, ഡെക്കറേഷൻ ഐറ്റംസ്, കാർഡാണ് ഇപ്രാവശ്യം കുറേ കൂടുതൽ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പഴയ കാലത്തിലെന്ന പോലെ ഇപ്രാവശ്യവും ക്രിസ്മസ് കാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹോപകാരമായിട്ട് കൈമാറുവാനും പോസ്റ്റിലൂടെ അയക്കുവാനും ഒക്കെ ഉള്ള സാവകാശം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്ന് സഹകരിക്കുവാനായിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് ദൈവനാമത്തിൽ ആവശ്യപ്പെടുകയാണ്. രാവിലെ 9 മണിയോടുകൂടി തുറക്കുകയും വൈകുന്നേരം അത് ഒരു 10-10:30 വരെ സ്റ്റാൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും ഇതിനകത്ത് വന്ന് സഹകരിച്ച് ഞങ്ങളെ സഹായിക്കുകയും സഹായത്തോടൊപ്പം തന്നെ നിങ്ങളുടെ സഹകരണം, സാന്നിധ്യം എല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.